സോ ഗുഡ് ഈവനിങ് ഓൾ. അങ്ങനെ നമ്മുടെ ജൂൺ റീ എക്സാമിനേഷൻ ഹിസ്റ്ററിയിലെ ഷിഫ്റ്റ് 1ന്റെ എക്സാമിനേഷൻ കഴിഞ്ഞു. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോക്ക് താഴെയായിട്ടും അല്ലാതെയും സ്റ്റുഡൻസ് അറിയിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പുകളും ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് പരിപൂർണമാക്കപ്പെട്ട ഒരു വീഡിയോ അല്ല, മറിച്ച് ഇനി ആരെങ്കിലും നെറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നുണ്ട് എങ്കിൽ എസ്പെഷ്യലി ഡിസംബർ സൈക്കിളിലോട്ട് അങ്ങനത്തെ സ്റ്റുഡൻസ്, അതുപോലെ നെറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപകാരപ്പെടുന്ന ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇന്നത്തെ ഓൺലൈൻ എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രോണോളജി ആണ്. എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എത്രമാത്രം ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളത്. സോ ഹംബിൾ റിക്വസ്റ്റ്, ക്രോണോളജി ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ, തീമുകൾ ഓർമ്മയുള്ള ആൾക്കാർ ഒന്ന് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. മറ്റൊന്ന്, മറാത്ത സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പെഷ്വാ സിസ്റ്റത്തിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. ദെൻ ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നും ബുക്സും ഓതേഴ്സും, ബെറ്റർ ടു സേ വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഓർ സോഴ്സസ്, ലിറ്റററി സോഴ്സസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നേച്ചർ ഓഫ് 1850s ആൻഡ് റിവോൾട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏർലി മിഡീവൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഡൈനാസിസിന്റെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മോഡേൺ ഇന്ത്യയിൽ നിന്നും ട്രൈബൽ റിവോൾട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചെന്ന് അറിയാൻ സാധിച്ചത്. പ്രസ് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. നമുക്കറിയാം ഹിസ്റ്ററി ഓഫ് പ്രസ് 1, പ്രസ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ദെൻ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ആൻഡ് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വെർ കോൺസെപ്റ്റൽ ഇൻ നേച്ചർ എന്നുള്ളതും അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാര് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓരോ മേഖലയിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കൂടുതൽ ഓൾവേസ് ഓൺലൈൻ എക്സാമിനേഷൻ ആണോ NTA ആണോ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിൽ ആരുണ്ട്? പുള്ളിക്കാരനുണ്ട്, BD സവർക്കർ എന്ന് പറയുന്ന ആള്. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാ CBTയിലും നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനുമാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഡിസ്കഷനും കാര്യങ്ങളും കുറച്ചുകൂടെ പവർഫുൾ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഡു ലെറ്റ് മീ നോ ഗൈസ്, ക്രോണോളജി ബേസ്ഡ് ആയിട്ട് അതുപോലെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ പ്ലസ് മെൻഷൻ ചെയ്യാത്ത ഒരുപാട് ടോപ്പിക്കുകൾ, ഒരു കുട്ടിയാണ് 2-3 കുട്ടികളുടെ ഇൻഫോർമേഷൻ ആണിത്. അതേ സമയത്ത് എല്ലാവർക്കും റീകളക്ട് ചെയ്യാൻ പറ്റിക്കോണമെന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ടെലിഗ്രാം, അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് ടെലിഗ്രാം ഒരു പക്ഷെ എത്രമാത്രം സെക്യൂർഡ് ആണെന്നുള്ള റീസെന്റ് വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് വാട്സ്ആപ്പ് ചാനൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ചാനലിന്റെ ലിങ്ക് നമ്മൾ കമന്റ് സെക്ഷനിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഹിസ്റ്ററിയുടെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ മറക്കണ്ട, ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സ് എല്ലാം ഒന്ന് കമന്റ് ചെയ്തേക്കും. ഓക്കെ, താങ്ക് യു.